ഹലോ. അപ്പോൾ അങ്ങനെ വരക്കാശ്ശേരി മന കാണൽ കഴിഞ്ഞ് അങ്ങനെ വണ്ടിയിൽ കയറി വീണ്ടും യാത്രയായി. അങ്ങനെ കുറേ യാത്ര ചെയ്ത് നമ്മൾ ഒരു കട കണ്ട്. അപ്പോൾ എവിടെ സ്ഥലം എന്നൊന്നും എനിക്ക് അത്ര പിടുത്തല്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ അവിടുന്ന് സദ്യ ചിലവർ കഴിച്ചു, ചിലവർ നല്ല ചിക്കൻ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് മലമ്പുഴ എത്തി. അങ്ങനെ നമ്മൾ കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കാനുള്ള ടെസ്റ്റ് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ വെച്ച് നോക്കി വീഡിയോ എടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ നല്ല റേറ്റ് കുറവാട്ടോ അവിടെ. ബാഗ്, ടോയ്സ് എല്ലാ ഐറ്റംസ് നല്ല റേറ്റ് കുറവാണ്. നമുക്ക് നന്നായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ പരമാവധി അവിടുന്ന് പർച്ചേസ് ചെയ്യുക. കാരണം നമ്മുടെ നാട്ടിൽ പോലും റേറ്റ് കൂടിയ സാധനങ്ങൾ അവിടെ വളരെ റേറ്റ് കുറവായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അതേപോലെ ഇവിടെയും ഭയങ്കര തിരക്കാട്ടോ. വെക്കേഷൻ സമയമല്ലേ, അതാണ്. അപ്പോൾ ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. പിന്നെയാണ് പൊരിഞ്ഞ വെയിലാണ് ഞങ്ങൾ വന്ന സമയം. ഭക്ഷണം കഴിച്ച് നേരെ അവിടെ നേരെ ഇങ്ങോട്ടാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇതേപോലെ ഫാമിലി വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടാവും ഇതേപോലെ ഇങ്ങനെ. പിന്നെ അടിപൊളി സ്ഥലങ്ങളാട്ടോ. മലമ്പുഴ കാണാത്തവരും കണ്ടവരും ഒക്കെ ഉണ്ടാവും. അറിയാമല്ലോ ചിലവർക്കൊക്കെ പോയവർക്കൊക്കെ എങ്ങനെയാണെന്നുള്ള. അപ്പോൾ ഞാൻ പറയാൻ തന്നെ പിന്നെയാണെങ്കിലോ നമ്മൾ നടന്ന് ക്ഷീണിക്കും. എന്താ വെച്ചാൽ ഞങ്ങൾ ആ പാലത്തിൻ്റെ മേലെ കയറിയിട്ട് അതിൻ്റെ അറ്റം വരെ നടന്നു പോയി. നല്ല ഭംഗിയായിട്ട് മേലെ കയറി അതിൻ്റെ താഴത്തേക്കുള്ള വ്യൂ ഒക്കെ നമ്മൾ മലമ്പുഴ പറയുമ്പോൾ തന്നെ അറിയാലോ. പിന്നെയാണെങ്കിലോ താഴത്തേക്ക് നോക്കുമ്പോൾ അതിലേറെ എനിക്ക് തല ചുറ്റുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ അത്രയും ഉയരത്തുനിന്ന് തന്നെ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ പോലെ. ഇവിടെ പോയിട്ട് എൻജോയ് ചെയ്യാത്തവർ ആരുണ്ടാവില്ല. വലിയവരും കുട്ടികളും എല്ലാവരും അതിനിടയിലുള്ളവരും മുതിർന്നവരും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. നമ്മൾ എവിടെ കാണണം തന്നെ പോയാൽ അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു ഏരിയയും കൂടെ. പ്രത്യേകിച്ച് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ പോയില്ല. പിന്നെ അതേപോലെ തന്നെ അവിടെ തൂക്കുപാലമുണ്ട്. തൂക്കുപാലം അവിടെയൊക്കെ എന്തായാലും പോയി കാണണ്ടേ. പിന്നെ അതേപോലെ തന്നെ റോക്ക് വേ കയറാനൊന്നും സമയം കിട്ടുക. അവിടെ അതേപോലെ തന്നെ അതിലും പോവുകയാണെങ്കിൽ അതും കൂടെ ആസ്വദിക്കാൻ സമയം കിട്ടണം. അത് അത്രയും അടിപൊളിയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു യക്ഷിയുണ്ട്. ആ യക്ഷീനും കാണും ഞങ്ങൾ പോയി കണ്ടായിരുന്നു. അതും അതേപോലെ തന്നെ അവിടെ കുറേ ബട്ടർഫ്ലൈസിനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളേതായാലും അവിടെ നിന്ന് കുറച്ച് പോസൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കൃഷ്ണനെ കണ്ട്. അതിലേറെ സന്തോഷം നമ്മുടെ കൃഷ്ണനെ കണ്ടതാട്ടോ. എന്തൊരു ഭംഗിയിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ബട്ടർഫ്ലൈനെ പോലെ പറക്കാൻ വേണ്ടി നിന്ന് കൊടുത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാത്തവർ പോയി കാണുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ഓക്കെ, ബൈ.